ദേശീയ പണിമുടക്കിൽ കേരളം നിശ്ചലമാകും. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരളം നിശ്ചലമാകും. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ 24 മണിക്കൂറും പണിമുടക്ക് സമ്പൂർണ്ണമാകും. കടകമ്പോളങ്ങൾ അടയും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ല. എല്ലാ രംഗത്തെയും തൊഴിലാളികൾ ഫെബ്രുവരി 12 പണി നിർത്തിവെക്കും. പാൽ, പത്രം, ആശുപത്രി, മരുന്ന് ഷാപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലും തൊഴിലാളികൾ പണിമുടക്കും. ജനഹൃദയങ്ങളിലേറിയ LDF വികസന മുന്നേറ്റ ജാഥ പര്യടനം തുടരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല ജാഥ ഇന്ന് കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ എന്നിടങ്ങളിലെ പര്യടനത്തിനു ശേഷം കൊല്ലം കണ്ടോൺമെന്റ് മൈതാനത്തിൽ സമാപിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല ഇന്ന് കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല ജാഥ അടിമാലി, ദേവികുളം, ഇടുക്കി, തൊടുപുഴ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് സമാപിച്ചു. 3 ജാഥകളും നാളെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. നെല്ല് സംരക്ഷണ ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ കേരളം പൂർണ്ണമായും തള്ളിക്കളയുന്നതായി കൃഷിമന്ത്രി P. പ്രസാദ്. കേന്ദ്ര സർക്കാരിന്റെ കത്തിലെ പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ കാർഷിക മേഖലയെ പരമാവധി സഹായിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ഇത്തരം കത്തുകൾ അയക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. തന്ത്രി കണ്ഠരര് രാജീവര് കോടീശ്വരനാണെന്നും ഭാര്യയുടെ പേരിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ടെന്നും SIT കോടതിയിൽ. തന്ത്രി പൊതുസേവകന്റെ ഗണത്തിൽ വരുമെന്നും അഴിമതി നിരോധന നിയമം ബാധകമാകുമെന്നും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് SIT വാദിച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും നിക്ഷേപമുണ്ടെന്ന് SIT കണ്ടെത്തി. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഉഖ്രൂലിലാണ് സംഘർഷം തുടരുന്നത്. ആളുകൾ കൂട്ടം കൂടിയാൽ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഉഖ്രൂലിൽ പുതിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ലിറ്റാൻ സാരംഗ്യോങ് ഗ്രാമത്തിൽ സായുധ സംഘങ്ങൾ കൂടുതൽ വീടുകൾക്ക് തീയിട്ടതോടെയാണ് കുക്കി നാഗവംശീയ സംഘർഷം വ്യാപിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിന് ED സമൻസ്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് സമൻസിൽ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിലാണ് നടപടി. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കപ്പുറത്തേക്ക് 12 പേർക്കാണ് ED തുടക്കത്തിൽ സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് SITയുടെ പ്രതിപട്ടികയിൽ ഉള്ളത്. ലോകാവസാനം വരെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ന്യായവിധി നാളിൽ മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുമെന്ന് സ്വപ്നം കാണുന്നവർ കാത്തിരുന്ന് നശിക്കുമെന്നും അത്തരമൊരു ദിവസം ഒരിക്കലും വരില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട BJPയുടെ ഉറച്ച നിലപാട് അദ്ദേഹം പ്രസംഗത്തിൽ ആവർത്തിച്ചു. വ്യാജ ചിത്രങ്ങളും വീഡിയോകളും തടയുന്നതിനായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ ഉള്ളടക്കങ്ങൾക്കും അവ AI നിർമ്മിതമാണെന്ന് വ്യക്തമാക്കുന്ന ലേബലുകൾ ഇനി നിർബന്ധമാണ്. 2026 ഫെബ്രുവരി 20 മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. തമിഴ് നടൻ വിജയുടെ ജനനായകൻ എന്ന ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് പിൻവലിച്ചു. ചിത്രം സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റിയുടെ പുനർപരിശോധനയ്ക്ക് വിടാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഹർജി പിൻവലിക്കാൻ കോടതി അനുമതി നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സ്വർണം വാങ്ങിയ പ്രതി ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ഗോവർദ്ധൻ അയ്യപ്പ ഭക്തനാണെന്നും അതിനാൽ ഇത്തരം ഒരു കവർച്ച കേസിൽ പങ്കില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു. നേരത്തെ കേരള ഹൈക്കോടതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 200 ഗ്രാം സ്വർണം മോഷ്ടിക്കാൻ ഗോവർദ്ധൻ കൂട്ടുനിൽക്കുമെന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.